കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നലെ വൈകുന്നേരം മുതൽ ബാലന്റെയും ഗോമതിയുടെയും വിശേഷം ഞാൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ പ്രമോ വിശേഷം ഫുൾ വിശേഷം എല്ലാം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ക്ഷേത്രത്തിൽ വെച്ച ആകാശ് ആരിനോട് ആ സത്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എടാ നിനക്ക് എവിടുന്നാ ഈ പണമൊക്കെ കിട്ടിയത്? കല്യാണി സാരി മേടിക്കാനും പൂമാല മേടിക്കാനും ഇതിനുള്ള പണമൊക്കെ എവിടുന്നാ കിട്ടിയത്? 1-2 രൂപയല്ല, കുറെ പൈസ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറയണം. എവിടുന്ന്? ഞാൻ ഒരു മോഷണം നടത്തിയെന്ന് പറയും. മോഷണോ? പിന്നല്ലാതെ. പിന്നീട് ആര്യൻ ആ കാര്യങ്ങളൊക്കെ പറയാം. എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. പക്ഷെ ആരുടെ കയ്യിൽ പണമില്ല. 10-2000 ഒക്കെയാണ്, കുഴപ്പമില്ല. ഇത് അത്രയും പൈസയല്ലോ. ഇത്രയും പൈസ വേണ്ടായിരുന്നോ? അല്ലടാ നീ എന്ത് ചെയ്ത അതിന്? പിന്നെ ഞങ്ങൾ കോളേജ് പിള്ളേരാകുമ്പോൾ ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് അറിയാവുന്ന കാര്യമല്ലേ ഏട്ടന്. പിന്നെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ പരിപാടി അങ്ങ് ചെയ്തെന്ന് പറയണം. അച്ഛൻ്റെ പെട്ടിക്കകത്തുനിന്ന് പണം മോഷ്ടിച്ചെന്ന്. പണം മോഷ്ടിക്കാനോ? അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ അമ്മയുടെ കൈ കൊണ്ടേ പണം കൊടുക്കുന്ന കണ്ടായിരുന്നു ഞാൻ. ആ പൈസ അവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് ആവശ്യത്തിനുള്ള പൈസ എടുത്തു. ദൈവമേ, ചതിച്ചല്ലോ. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അത് അച്ഛൻ അറിയുമ്പോഴല്ലേ അപ്പോഴത്തേന് ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിയും. പിന്നീട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതിനേക്കാളും പ്രധാനം കല്യാണമല്ലേ. വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പൊ തിരുമേനി പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉള്ളോ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ. തിരുമേനിക്കറിയാലോ ഇതൊരു ഓടിച്ചോട്ട വിവാഹം തന്നെയാണ്. പിന്നെ ഞങ്ങൾ പ്രായപൂർത്തിയായവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ വിവാഹം കഴിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. വീട്ടുകാരറിയാതെയുള്ള കല്യാണമായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളും ഞങ്ങൾക്കും അറിയത്തുമില്ല. അതുകൊണ്ട് തിരുമേനി എല്ലാം കണ്ട് വേണ്ടറിഞ്ഞ് എന്താന്ന് വെച്ചാൽ അത് ചെയ്തോണമെന്ന് പറയാം. ശരി, ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ പിന്നീട് മുഹൂർത്തം തെറ്റാതെ താലി എടുത്ത് കയ്യിലേക്ക് കൊടുക്കും ആകാശിന്റെ. ആകാശ് താലി കെട്ടാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്നത്. നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളെ കണ്ട് ഒരു നിമിഷം ആകാശവും ആര്യനെല്ലാം ഞെട്ടിത്തെറിച്ചു പോയി. ബാലൻ കടന്നു വരും, കയ്യിലൊരു കവറും ഉണ്ട്. ഇത് കണ്ടത്, എടാ അച്ഛൻ വരുന്നുണ്ടോ, ഓടിക്കോടാന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാവരും കൂടെ പോയി അതിന്റെ പുറകിലേക്ക് ശ്രീകോളിന്റെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുവാണ്. എന്റെ ഭഗവാനെ, മീനാക്ഷിനെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ എല്ലാവരും കൂടെ പോയി നിൽക്കുവാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് എന്തോന്ന് അറിയത്തില്ല. പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് വന്ന് അതിനോട് വന്ന് കാര്യസ്ഥനോട് ചോദിച്ചു, അല്ല മാനേജർ ഇല്ലേന്ന് ചോദിക്കുകയാണ്. മാനേജർ എന്ന് ഉണ്ടെന്ന് തോന്നുന്നത്, ഞാൻ അറിയത്തില്ല. തിരുമേനോട് ചോദിച്ചു നോക്കാൻ അറിയാന്ന് പറയാം. അല്ല ഇതെന്താ ബാലേട്ടൻ ഈ സാധനം ഒക്കെ ആയിട്ട്? ഇതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പറയും, ഞങ്ങൾ ആരും വന്ന് വാങ്ങിക്കല്ലേ. അത് കുഴപ്പമില്ല, എനിക്ക് മാനേജറെ കാണാനുള്ള ഒരാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. പിന്നീട് ബാലൻ നേരെ അവിടെ തിരുമേനിന്റെ അടുത്തേക്ക് വരുവാണ്. തിരുമേനിന്റെ അടുത്ത് വെച്ചിട്ട്, ആ തിരുമേനി തിരക്കാണോ നിൽക്കണേ? തിരക്കൊന്നുമില്ല ബാല. അല്ല ഞാനേ മാനേജറെ കാണാൻ വേണ്ടി ഒന്ന് വന്നായിരുന്നു. അയ്യോ ഇന്ന് മാനേജർ ലീവാണല്ലോ എന്ന് പറയണം. ലീവാണോ? ഓ ശരി, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കാര്യസ്ഥനോട് ചോദിച്ചപ്പം തിരുമേനോട് ചോദിക്കാനാ പറഞ്ഞത്. അല്ല ഇതെന്താ ഇവിടെ വലിയ കല്യാണം നടക്കാൻ പോവാണോ? കല്യാണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. അതേന്നേ. അല്ല എന്നിട്ട് ചെറുക്കനും പെണ്ണൊന്നും വന്നിട്ടില്ലേ? ചെറുക്കനും പെണ്ണും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെങ്ങാണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി മറന്നു പറയാം അച്ഛനെ കണ്ടോണ്ട്. ഓഹോ, അപ്പൊ വീട്ടുകാരറിയത്തില്ലാതെ ഒളിച്ചോട്ട വിവാഹം അല്ലേ? എന്നിട്ട് തിരുമേനി ഇതിനൊക്കെ സമ്മതിച്ചോ? അല്ല അത് പിന്നെ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണുവാ, അവർക്ക് വിവാഹം കഴിക്കാം. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? എന്നാലും തിരുമേനി ഈ ചതി വേണ്ട. കാരണം ആ വീട്ടുകാർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും. അവര് വീട്ടുകാരെ അറിയിക്കാൻ നടത്തുന്ന കല്യാണമാണെങ്കിൽ എന്നാലും ഒന്ന് അവരോടും ചോദിച്ചിട്ട് തന്നെ കാര്യം. അവരെവിടെയെന്ന് ചോദിക്കുകയാണ്. അവരെയൊന്ന് കണ്ട് ഉപദേശിക്കാം. വേണ്ട ബാല, വെറുതെ എന്തിനാ? എന്നാലും അതല്ലല്ലോ, മോശക്കേടല്ല കാണിക്കുന്ന കാര്യം. അവരെ കണ്ട് 2 വർത്താനം പറഞ്ഞിട്ടുള്ളെന്ന് പറയണം. അതൊന്നും വേണ്ട ബാല എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാലൻ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്? എന്റെ പിള്ളേർ എന്താണല്ലോ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയാൽ പോരെ. മറ്റുള്ളവരുടെ കാര്യം എന്തിനാ ചിന്തിക്കാന്ന് ഓർത്തോണ്ട് ശരി എന്നാ പിന്നെ കാണാന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാണ്. ആ സമയമാണ് ശ്വാസം വീണത് ആര്യനും ആകാശിനും ഒക്കെ. ഒരു നിമിഷത്തേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയായിരുന്നു. പിന്നീട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേന് നേരെ തിരുമേനിയുടെ അടുത്തേക്ക് വന്ന് തിരുമേനി ചോദിച്ചു, അല്ല ടേക്കൊക്കെ കഴിഞ്ഞു? അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ താലി ഇങ്ങ് എടുത്ത് തന്നാൽ മതി, ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ ആ മുഹൂർത്തത്തിൽ അത് താലി എടുത്ത് കൊടുക്കുകയാണ് തിരുമേനി. ആകാശ് നേരെ മീനാക്ഷിയുടെ കഴുത്തി താലി ചാർത്തുവാണ്. അത്രയും സമയം ഉണ്ടാകുന്ന വിറയലും വെപ്രാളും ഒക്കെ കുറച്ചും കൂടെ കുറഞ്ഞു. അച്ഛൻ വന്ന് പോയ ഒരു സന്തോഷ സമാധാനമായിരുന്നു. പിന്നീട് കാണിക്കുന്ന ദേവമംഗലത്തേക്ക് അനുജ വരുവാണ്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഗോവനിച്ച്, എന്താ മോളെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? വരേണ്ട ഒരു ആവശ്യം വന്നു. ആകാശിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് അറിഞ്ഞാരെന്ന് ചോദിക്കണം. ആകാശിന്റെ കല്യാണോ? നീ എന്തൊക്കെയാടി മോളെ പറയണേന്ന് ചോദിക്കണം. പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അനുജ കുടിച്ചു. ഈ സമയത്ത് ധർമ്മനും അങ്ങോട്ട് വന്നു. ധർമ്മനും വന്നു അനിയത്തി കൊച്ചും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ, അല്ല അവൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ആകാശവും ആര്യനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏതോ തഹസിൽദാരുടെ മോളെ വിവാഹം ആലോചിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അച്ഛന്റെ അമ്മയുടെ സമ്മതം ഇല്ലാതെ ഒരു വിവാഹം നടക്കില്ലെന്ന്.
ഞാനിത് വീട്ടിൽ പറയൂന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി അയച്ച് വന്നേന്ന് പറയണം. ഓ, ഇതാണ് ആ കാര്യം. ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു പറയാം. എപ്പോഴറിഞ്ഞു? ഇതൊക്കെ നിന്റെ അച്ഛൻ അറിഞ്ഞ കാര്യങ്ങളാ. കൈയോടെ അതൊക്കെ പൊക്കിയ കേസുകളാന്ന് പറയാം. ഓ, ഞാനോർത്ത് വേറെ ഏതോ ആകാശന്റെ കല്യാണം കഴിഞ്ഞ മറ്റുള്ള സംസാരമാ തോന്നി നിന്റേത്. അതാ ഞാൻ ആ പാട് ഞെട്ടിപ്പോയെന്ന് പറയണേ. പിന്നെ ഇത് നിസ്സാര കാര്യമാണോ? കാരണം അച്ഛനെ ധിക്കരിച്ച് ഇവിടെ ആരും കല്യാണം കഴിക്കില്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ആ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഒരു കാര്യവശാലും നടക്കാൻ പോകുന്നില്ല. ആകാശിനെ കൂടെ സത്യം ചെയ്യിച്ചിട്ടുണ്ട്. അച്ഛൻ അറിയാതെ ഒരു വിവാഹം നടക്കില്ലെന്ന്. അച്ഛന്റെ സമ്മതത്തോടു കൂടി അച്ഛൻ കാണിച്ചിരുന്ന പെൺകുട്ടിയെ അല്ലാതെ ഈ വിവാഹം കഴിക്കരുതെന്ന്. ഇതൊക്കെ ഇവിടെ അച്ഛൻ ജയിച്ചിരിക്കുന്ന കാര്യങ്ങളാ. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അനുജയെ. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അവള് വന്നിരിക്കുന്ന കൊള്ളാം. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, അല്ല നീ വന്നിരിക്കുന്നതിന് വേറെന്തോ ഉദ്ദേശം കൂടെ ഉണ്ടല്ലോ. വേറെന്തോ ഉദ്ദേശം? ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമോ. ഞാനും അതോടൊപ്പം തന്നെ എങ്ങനെ ആങ്ങളമാരും എന്താണെങ്കിലും അച്ഛനും അമ്മയും ധിക്കരിച്ച് ഒന്നും ചെയ്യത്തില്ല. അവര് പറയുന്ന കാര്യങ്ങളും അനുസരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറെ പുകഴ്ത്തു വേണം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, മതി മതി, നിർത്ത്. ഇത് എന്തിനാന്ന് മനസ്സിലായി. ചേച്ചീനെ സോപ്പിടാനല്ലേ. ഒരു കൊട്ട സോപ്പുമായിട്ട് അവള് വന്നേക്കുന്ന ഇങ്ങോട്ട്. എന്തോ കാര്യസാധ്യതയുണ്ട്. ചേച്ചി സൂക്ഷിച്ചോളാൻ പറയണം. പിന്നെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മാമാന്ന് പറയണേ. വെറുതെ കള്ളത്തരം പറയല്ലേ. എന്തോ കാര്യസാധ്യ, എന്തോ നേടിയെടുക്കാനുള്ള വരവാ. ദേ, ഇനിയിപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. മതി, നിർത്തിയാരെ. ഇനിയിപ്പം വേണമെങ്കിലേ ഇനിയിപ്പൊ അടുത്ത ദിവസം വന്ന് ബാക്കി പറയാം. അപ്പൊ നമുക്ക് ബാക്കി വാങ്ങിച്ചോണ്ട് പോവാന്ന് പറയണം. ഇത് കേട്ടപ്പം അനിയത്തിക്കുട്ടി ഇന്ന് ചിരിക്കുവാണ്. പിന്നീട് നേരെ കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്ത് നന്ദിതയും രാജേശ്വരിയും കൂടെ നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജേശ്വരി പറഞ്ഞു, അപ്പുറത്ത് അനുജ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്താ രാജേശ്വരി അങ്ങനെ പറഞ്ഞേ? അല്ല, ഇന്നവിടെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമായിരിക്കും ഗോമതി. ഓ, നിനക്ക് ഇവിടുത്തെ സ്പെഷ്യലൊക്കെ പോരെ, അവിടുത്തെ സ്പെഷ്യൽ തന്നെ വേണമായിരിക്കും അല്ലേ? അതല്ല, അവിടുത്തെ ടേസ്റ്റ് വേറൊന്ന് തന്നെയാ. അവിടുത്തെ രുചിയുടെ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അച്യുതം വന്നിട്ട് ഈ വീട്ടിലൊന്നും കഴിക്കാനില്ലെന്ന് ചോദിക്കുകയാണ്. രാജേശ്വരൻ, ദൈവമേ, അങ്ങനെയൊന്നും ചോദിച്ചു കേട്ടല്ല. ആദ്യമായിട്ടാണ് ചോദിച്ചു കേൾക്കുന്നത്. അതെ, അപ്പം മുട്ടക്കറി ഉണ്ട്, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അവിടെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാറ് വന്ന് കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇതാരാ? ഇന്ന് അവർക്ക് വിരുന്നുകാരുണ്ടെന്ന് തോന്നല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും നന്ദിത, ഓ, വിരുന്നുകാരായിരിക്കില്ല, ഇന്ന് മിക്കവാറും അടി ഉണ്ടാക്കാനുള്ള കാരണമായിരിക്കും വരുന്നതെന്ന് പറയാണ് രണ്ട് വീട്ടുകാരും തമ്മിൽ. അങ്ങനെ കാർ നിർത്തി ഇറങ്ങുന്ന സമയത്താണ് അകത്തുനിന്ന് ധർമ്മനും അനുജൻ അതോടൊപ്പം തന്നെ ഗോമതിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് ധർമ്മ ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ധർമ്മ ഫോൺ വിളിച്ച കാരണം ഇനിയിപ്പോ ആകാശിന്റെ ആനന്ദിന്റെ ഒക്കെ കല്യാണം ഉടനെ കാണും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തനിക്കൂടെ ഒരു വിവാഹം കഴിക്കണം. ഇപ്പോഴേ ആലോചന തുടങ്ങിയാൽ മാത്രമേ അവരുടെ വിവാഹം കഴിക്കുമ്പോൾ തനിക്കൊരു നല്ലൊരു പെണ്ണിനെ കിട്ടുള്ളൂ. അങ്ങനെ ബ്രോക്കറെ വിളിച്ച് കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു 20-25 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മതിയെന്നൊക്കെ. ഈ സമയത്ത് ഗോമതിയൊക്കെ ഇറങ്ങി വന്നിട്ട്, നീ ആരെയാടെ വിളിക്കണമെന്ന് ചോദിക്കണേ. ഞാൻ ആരെയില്ല, സത്യം പറയടാ, ഏതെങ്കിലും പെണ്ണിനെയാണ്. പിന്നെ പെണ്ണിനെ വിളിക്കും, അതും ഈ സമയത്ത്. അന്നാ കല്യാണാലോചന ആയിരിക്കും മാമ നടത്തുന്നതെന്ന് അനുജ് പറയാം. ഒന്ന് പോടി അവിടെ നിന്ന് പറയണം. അല്ല, നീ ആരിനെ ആകാശനെയും വിളിച്ചില്ലേന്ന് ചോദിക്കണം. ഞാൻ അവരെ വിളിച്ചില്ല, അവർ കോളേജിൽ ഫംഗ്ഷന് പോയേക്കുമല്ലേ, അതൊക്കെ കഴിഞ്ഞ് അവർ വരട്ടെ എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ് വന്ന് നിൽക്കുന്നത്. ഇതിപ്പോ ആരാ കാറിനകത്ത് വരാനായിട്ടിരിക്കണേ? ഈ സമയത്ത് ബാലന്റെ സ്കൂട്ടി വന്നത്. ബാലൻ പറഞ്ഞു, അതെ, കാർ അച്ഛൻ അങ്ങോട്ട് നീക്കി ഇട്ടോളാൻ പറയാണ്. ബാലന് അറിയത്തില്ല അതിനകത്ത് ആരാ ഉള്ളതെന്നുള്ള കാര്യം. അങ്ങോട്ട് വഴിയിൽ നിന്ന് വെച്ചാൽ നീക്കിയുള്ളൂന്ന് പറയാം. അങ്ങനെ വന്നിട്ട് ബാലൻ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആര്യം കാറിനകത്ത് നിന്ന് ഇറങ്ങുന്നേ. ആരിനെ കിടന്ന് ബാലനോർത്ത്, ഇവനെങ്ങനെ ഈ കാറിനകത്ത് വന്നെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നിൽക്കുവാണ്. ഈ സമയത്ത് അപ്പുറത്ത് വിരുന്നുകാരെ കാണാൻ ആകാംക്ഷയോടെ കൃഷ്ണമംഗലത്തുള്ളവർ നിൽക്കുവാണ്. അപ്പൊ അവരാരിനെ ഇറങ്ങുന്ന കണ്ടപ്പോ ഒരു നിമിഷം നോക്കുവാണ്. ഇവൻ ഈ കാറിനകത്താണോ? ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നീട് ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എടാ, നീ തന്നെയുള്ളോ? നിന്റെ ഏട്ടൻ വന്നിട്ടില്ല, ആകാശ് എന്തിയെ? നീ അവരെയും കൂടെ കൂട്ടിയാണല്ലോ കോളേജിൽ ഫംഗ്ഷന് പോയത്, എന്നിട്ട് അവനെ അവിടെ ഇട്ടിട്ട് പോന്നോന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ആര്യം പറഞ്ഞ്, ആകാശേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. നേരെ ആകാശിനെ വിളിക്കുക. ആകാശ് അങ്ങോട്ട് ഇറങ്ങുവാണ്. ആകാശ് ഇറങ്ങി കഴിയുമ്പോൾ കല്യാണ വേഷത്തിന് മാലയൊക്കെ ഇട്ട് ഇത് കണ്ടെന്ന് ധർമ്മം പറഞ്ഞു, ആഹാ കൊള്ളാലോ, കോളേജിലെ വേഷം കെട്ടി ഇങ്ങോട്ട് പോന്നോ? ഇതൊക്കെ അവിടെ ഊരി വെച്ചിട്ട് വേണ്ടേ വരേണ്ടെന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ആര്യം പറഞ്ഞു, ഇത് വേഷമല്ല, ഇത് ഒറിജിനലാന്ന് പറയാം. ഒറിജിനലോ? അപ്പൊ അപ്പുറത്തുള്ളതല്ല ഒരു നിമിഷം ആകാംക്ഷയോടെ നിൽക്കുവാണ്. ഈ സമയത്ത് അച്ഛനും പോയി ആനന്ദനെ കൂടെ വിളിച്ചോണ്ട് വന്നു. അങ്ങനെ ആനന്ദവർമ്മയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഇത് കണ്ടത് ഗോമതിക്ക് മനസ്സിലായിരുന്നു. ഗോമതി പെട്ടെന്ന് ചോദിച്ചു, എന്താടാ ഇത്? എന്താ ഇത്? ഈ വേഷം കെട്ടിയാണ് നീ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുവാണ്. ഇത് വേഷമൊന്നും അല്ലമ്മ, ഇത് ഒറിജിനലാന്ന് പറയാണ്. ഒറിജിനൽ എന്താ? ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. ബാലിനെ ആകെപ്പാടെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പൊ അപ്പുറത്തുള്ളവരൊക്കെ കാഴ്ച കാണാൻ റെഡിയായിട്ട് തയ്യാറായിട്ട് നിൽക്കാം. കൊള്ളാം, ഇതേ
അപ്പുറത്ത് ഒരുത്തൻ അങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബാലന്റെ ചിറകിനകത്ത് ഒളിച്ച ആൺകുട്ടികളൊക്കെ ആണ്ടെ ഓരോരുത്തന്മാരെ വിളിച്ചോണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാ? വിത്ത് കുടം 10 കുടം നല്ല പറയണേന്ന് പറയാം. പെട്ടെന്ന് ധർമ്മൻ എന്ത് ചെയ്തു? ചാടി ഓടി അങ്ങോട്ട് ഇറങ്ങിച്ചിട്ട് ഇതൊക്കെ വെറും ഡ്രാമയല്ലേ, വെറും ഡ്രാമ. ഡ്രാമയോ? അവർക്കും മനസ്സിലായില്ല, ബാലനൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ ഒരു ഫ്രാങ്ക് മാത്രമാണ്, ഇത് ശരിക്കും ഒറിജിനൽ ഒന്നുമല്ല, ചുമ്മാ ഇപ്പുറത്തെ കോളേജിൽ ഒരു ഫംഗ്ഷന്റെ പേരിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എല്ലാവരും കയറിപ്പോക്കെ, അകത്തേക്ക് കയറിപ്പോ, കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ കയറിപ്പോകാനായിട്ട് കൃഷ്ണമംഗലത്തുള്ളവരുടെ ധർമ്മം പറയാണ്. ഈ സമയത്ത് അങ്ങോട്ട് ഗോമതി അമ്മയും കൂടെ വന്നു. നോക്കിക്കഴിയുമ്പോഴത്തേനും കാറിനകത്തുനിന്ന് ആകാശ് മീനാക്ഷിനെ വിളിച്ചെടുക്കുക. മീനാക്ഷിയും കൂടെ അങ്ങ് ഇറങ്ങി നിന്നപ്പം സമനില തെറ്റുന്ന പോലെ ആയിപ്പോയി. ഗോമതിക്കും ബാലനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിൽ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവർക്ക് മാത്രമല്ല, ഈ കാഴ്ച കണ്ടോണ്ട് നിൽക്കുക അനുജയ്ക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഗോമതിയുടെ അമ്മ പറഞ്ഞു, എന്റെ ഭഗവാനെ ചതിച്ചല്ലോ. ഗോമതിനെ നാണം കെടുത്തില്ല എല്ലാവരുടെ മുന്നില്. ആര്യം വന്നിട്ട് പറഞ്ഞു, ഇത് ഡ്രാമയല്ല, ഒറിജിനലായിട്ട് ആകാശേട്ടൻ മീനാക്ഷിയുടെ കഴുത്തിൽ താലി ആർത്തിയതാന്ന് പറയാ. ആഹാ, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കൃഷ്ണമംഗലത്തുള്ള എല്ലാവർക്കും സന്തോഷമായി. എടാ ബാല, ഇങ്ങനെ തന്നെ വേണോടാ. കണ്ടില്ലേ നിന്റെ മകൻ ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. അല്ലേലും നിന്റെ മകനൊക്കെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഈ കരയെന്ന് പെണ്ണ് കിട്ടത്തില്ല. നിന്റെ മക്കളുടെ സ്വഭാവം അറിയുന്ന ആരും ഒരു പെണ്ണ് പോലും കൊടുക്കത്തില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നു. ഇനി ബാക്കിയുള്ളവന്മാരും കൂടെ ഏതെല്ലാമാരെ വിളിച്ചോണ്ട് വരും. പെട്ടെന്ന് ബാലനും കൂടെ നിയന്ത്രണം വിട്ടു. ഈ സമയം ബാലന്റെ അടുത്തേക്ക് വന്നിട്ട് ആര്യല്ല, സോറി, പേര് മാറിപ്പോന്നിട്ട് ആദ്യമായിട്ടുള്ള ഇതായതുകൊണ്ടേ പെട്ടെന്ന് ആകാശ് വന്നിട്ട് കാലെ പേരിട്ട് പറഞ്ഞു, അതെ അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. അത് അറിയാതെ സംഭവിച്ചു പോയതാ. അവൾക്ക് മീനാക്ഷിക്ക് വേറെ കല്യാണം ആലോചിച്ച് അവളുടെ വീട്ടില് വേറെ ഒത്തിരി ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ സംഭവിച്ചു പോയതാ. അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലെ തുടുവാണ്. പെട്ടെന്ന് കാലം കൊണ്ട് മാറ്റി ബാലന്. നേരെ എന്നിട്ട് എന്ത് ചെയ്യണം, അവന്റെ കറണം നോക്കി ഒറ്റ എണ്ണം കൊണ്ടു കൊടുക്കുക ആകാശിനെ. ഇത് കണ്ടത് അപ്പുറത്തുള്ള കൃഷ്ണമംഗലത്തുള്ള അച്ഛനും പറഞ്ഞു, ആഹാ കൊള്ളാം, ഇപ്പം ബാല നിനക്ക് മനസ്സിലാവുന്നുണ്ടാ വിഷമല്ലേ? പിന്നീട് പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും മകനില്ല, നീ ഈ കുടുംബത്തിന് നാണം കെടുത്തില്ലോടാന്ന് പറയണം. ഓഹോ, നാണം കെടുത്തിയില്ലേ ബാല? നീ ഒരു കാര്യം വിചാരിക്കണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോയപ്പം ഈ നാണക്കേട് ഞാനും അനുഭവിച്ച, ഞാനും എന്റെ വീട്ടുകാരും. ഇപ്പൊ നിനക്കത് മനസ്സിലാവുന്നുണ്ട് ആ വേദനയും വിഷമം എന്താന്നുള്ളത്. ഏതാടാ എന്താ പറഞ്ഞ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള കാര്യം. ഇപ്പൊ നിന്റെ മകനായിട്ട് നിന്നോട് ഈ ചതി ചെയ്തില്ലേ? ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ഞങ്ങൾ എത്ര കാത്തിരുന്നറിയാവോ? പെട്ടെന്ന് ഗോമതി ചതിച്ചല്ലോടാ നീ അച്ഛന്റെ മാനം കളഞ്ഞല്ലോ, ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോ എന്ന് പറയണം. ഈ സമയം ആനന്ദം പറഞ്ഞു, എന്ത് മാനം കളഞ്ഞെന്ന്? ഇതിനേക്കാളും വലിയ മാനക്കേടാ നീ അന്ന് ഇറങ്ങിപ്പോയപ്പോ ഞങ്ങൾക്കുണ്ടായത്. എന്നിട്ട് പറയുന്ന പറച്ചിൽ കേട്ടില്ലേ, ഇങ്ങനെ തന്നെ വേണോടാ, ഇങ്ങനെ തന്നെ നിനക്കൊക്കെ വേണമെന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ലെന്ന് പറയണം. നന്ദിത പെട്ടെന്ന് വന്ന് ആനന്ദിനോട് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെയൊക്കെ? അപ്പുറത്തൊരു പ്രശ്നം നടക്കുമ്പോൾ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആരും നമ്മൾ ആനന്ദിക്കുമല്ലേ ചെയ്യേണ്ടത്? ബാ നമുക്ക് കയറിപ്പോകത്തേക്കെന്ന് പറയണം. അങ്ങനെ കയറിപ്പോവാൻ വരട്ടടി, ഇത് ഞാൻ കുറച്ച് അനുഭവിച്ചാ, ഇച്ചിരിയൊന്നുമല്ല, തല ഉയർത്ത് നടക്കാൻ പറ്റാതെ കുറെ അനുഭവിച്ചാ. അന്ന് ഇവൻ വിളിച്ചോണ്ട് പോയപ്പോഴേ ഞങ്ങളുടെ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ എത്രമാത്രം പാടുപെട്ടെന്നറിയാവോ? അതേ അവസ്ഥയിൽ തന്നെയാ നിൽക്കുന്നേ എന്ന് പറയണം. അപ്പൊ ഈ അടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മീനാക്ഷി അച്ചാന്ന് വിളിക്കുന്നുണ്ട് കാരണത്തുനിന്ന് ഇറങ്ങി വന്നിട്ട്. കാരണം മീനാക്ഷിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കാരണം ആകാശേട്ടൻ അടി കൊണ്ടിരിക്കുന്നു, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി മുതൽ എല്ലാ ദിവസവും ബാലിന്റെയും ഗോമതിയുടെയും വിശേഷം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.